ഭാഗ്യം അവളെ അടുക്കളയില കണ്ടിട്ടില്ല. ഞാൻ എന്തിനെങ്കിലും പുറത്തിറങ്ങാന്ന് പറഞ്ഞ വെറുതെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നു. അതന്നെയല്ലേ ഞാൻ ഇവിടെ എന്നെ ഒളിച്ചു നിന്നിട്ട് വിളിച്ചേ. ഓളുടെ വിചാരേ ഈ പൊതുപ്രവർത്തനത്തിന് അന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് അന്നെ ആകെ അങ്ങോട്ട് നശിപ്പിക്കാന്നാ അവള് പറയണത്. ആ നേരം 10 വാഴ വെച്ചുകൂടെന്നാ. അപ്പൊ എന്നെല്ലാം കണ്ടാലും വെച്ചത് ഇനി കുറച്ച് ഇതൊക്കെ ചെയ്യാ. അല്ല, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി പുഴ സംരക്ഷിക്കാനുള്ള മീറ്റിംഗ്. അതെ, അതിനിപ്പോ ആരെങ്കിലും ഉണ്ടാവോ? ആരും ഉണ്ടായാലും പുഴ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അത് നമുക്ക് പോയേക്കെ പോവാ. ഇല്ല, അപ്പൊ ശരിട്ടാ. ശരി ശരി. കോയെ, മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആൾക്കാരുണ്ടെങ്കിലേ നമുക്ക് കയ്യോടെ എന്നാ ചണ്ടിയൊക്കെ ആയിട്ട് വെച്ചിട്ടാലോ? ആദ്യം മീറ്റിങ്ങിന് ആൾക്കാർ വരട്ടെ, എന്നിട്ടല്ലേ ചണ്ടി വിളിച്ചത്. സത്യോ. അതെ, 7 മണിക്ക് വന്നോ കേട്ടാ. മറ്റേ ഈ സന്ധ്യാകുമ്പോ നോക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. ദുബായിന്ന് വന്ന കാര്യമൊക്കെ അറിഞ്ഞു. എന്നാ വന്ന് വന്നിട്ട് 3-4 ദിവസമായി. അന്നൊന്ന് കാണാതിരിക്കായിരുന്നു. എന്താണോ കുടുംബടക്കാണ് വന്നേക്കണല്ലേ? എല്ലാരും വന്നിട്ടുണ്ട്. അച്ഛന്റെ ശ്രാദ്ധല്ലേ. അന്റെ മകപ്പ് എന്തായിന്? മകൻ ബാംഗ്ലൂർ MBBS പഠിക്കല്ലേ. MBBS-നാ? അവന് വന്നിട്ടുണ്ട്. അത് ശരി. അത്രക്കൊക്കെ വലുതായോ? പിന്നെ അത് ശരി. അല്ല, അനക്കെന്താ അവിടെ എന്താ മസിനോട്ടോ മന്ത്രവാദം അങ്ങനെ എന്തൊക്കെ പരിപാടി പറഞ്ഞു? ബിസിനസ് തന്നെ. ഈ മന്ത്രവാദത്തിനൊക്കെ ബിസിനസ് ഇല്ലേ. ദുബായിലോ? അതെ, ദുബായിലോന്ന്. അവിടെയുള്ളവർക്ക് പൈലൊക്കെ വിശ്വാസം ഉണ്ടോ? എന്റെ മരുമോണ്ടവിടെ ഓനെ പറഞ്ഞ അവരുടെ എന്തോ ഒരു കെട്ടിടം ഉദ്ഘാടനത്തിന് ഇവരൊക്കെ വന്ന് ഇപ്പം വലിയ ആളെത്ര അവിടെ. ഇപ്പൊ പണ്ടത്തെ മാതിരിയൊന്നുമില്ല ഗൾഫില്. ആളുകൾക്ക് ഈ ജാതി പരിപാടിയിലൊക്കെ ഭയങ്കര വിശ്വാസം കൂടി കൂടി വരികയാണ്. അപ്പൊ അവിടെ ഒരു മെയിൻ അറബി ഉണ്ട്. ആ അറബിയുടെ ഭാവി കാര്യങ്ങൾ മൊത്തം നോക്കണം ഞാനാ. ആഴ്ചയിൽ 2 ദിവസം പ്രശ്നം വെച്ച് നോക്കും. എന്നിട്ട് ഞാൻ പറയണതിനനുസരിച്ചാണ് അറബി കാര്യങ്ങൾ തീർക്കുക. അറബിയോളോ? പിന്നെ അനക്കതിന് അറബിയൊക്കെ അറിയോ? അറബി പിന്നെന്താ അറിയാതെ? അത് ശരി. ഇതിപ്പോ അത്ര കൂടുതൽ പഠിക്കാന്നല്ലോ. അസ്സലാമലൈക്കും ബാലൈക്കും അത്ര തന്നെ. ഞാൻ ഇപ്പൊ അതല്ല ആലോചിക്കണേ. ഇവിടെ ഒരു അമ്പലത്തിൽ കൂടി തിരിഞ്ഞു നോക്കാത്ത ആള് നീ ഇതപ്പോ എങ്ങനെ പഠിച്ചതൊക്കെ? ഇതിപ്പോ ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോ അങ്ങനെ തന്നെയല്ലേ സുഖേട്ടാ. നിങ്ങൾ പഠിക്കന്നെ അങ്ങനെ പഠിക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആള് സെറ്റപ്പാണ്. സെറ്റപ്പ് എന്നും പറയാൻ വയ്യ, കുഴപ്പമില്ല, അങ്ങനെ പോണു. അപ്പൊ ശരിട്ടാ. അല്ല, പോവാൻ പറ്റേ. ഒരു കാര്യം പറയാണ്ട്. എന്തേ പറയ്. ഞങ്ങളിപ്പോ എന്താ ഇറങ്ങിച്ചാലേ നമ്മുടെ പുഴ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ചാടി കുളിച്ചേരുന്ന പുഴേ. അപ്പൊ അതിപ്പോ ആകെ അങ്ങടെ അലങ്കോല പെട്ട് കിടക്കുക. ആകെ ചണ്ടി നിറഞ്ഞ ആകെ കുപ്പിയും പ്ലാസ്റ്റിക്കും പറയണ്ട. അപ്പൊ അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. സത്യ നല്ല പരിപാടിയാണ്. കാരണം ആരെങ്കിലൊക്കെ ഇറങ്ങണ്ടേ അല്ലേ? ഗൾഫിലൊക്കെ നമ്മൾ ഇവിടുന്ന് മാറിയിട്ട് ഗൾഫിലൊക്കെ നിൽക്കുന്ന സമയത്താണ് നമുക്ക് അതിന്റെ വിഷമം അല്ലേ. ഇവിടെ വന്നിട്ട് ആ പുഴ കണ്ടപ്പോ ഉണ്ടല്ലോ എനിക്ക് സങ്കടം വന്നു. സഹിക്കൂല സത്യ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയോ? 2 സൈഡ് ഇടിഞ്ഞിട്ട് മണ്ണ് മുഴുവൻ പുഴയിൽ വീണിരിക്കുക. അത് JCB വെച്ചിട്ട് മാന്തണം. എന്നിട്ടൊരു 4 ആളെ വിളിച്ച് കരിങ്കല്ലുകൊണ്ട് 2 സൈഡും കെട്ടിയിട്ട് ആ ചപ്പും കുപ്പിയൊക്കെ മാറ്റി കഴിഞ്ഞാൽ പുഴ ഉഷാറായി. ഞാൻ ആലോചിക്കണ അതല്ല കോയാക്ക, ഒരൊറ്റ ചെറുപ്പക്കാര് ഈ വക പരിപാടികൾക്ക് മുന്നിട്ടിറങ്ങണില്ല. അതാണ്. അല്ല, ഇപ്പോഴും ഇതിനൊക്കെ നിങ്ങളെ പോലുള്ള ആളുകൾ തന്നെ വേണമെന്ന് പറയണത് എന്ത് കഷ്ടാണ് അല്ലേ? എന്നാലും നടക്കട്ടെ. അപ്പഴേ ഇപ്പൊ എന്താ വെച്ചപ്പോ അതിന് കുറച്ച് കാശ് ചെലവൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ JCB ഒക്കെ വിളിക്കണല്ലോ. അതെ അതെ, അതിപ്പോ എല്ലാരും കൂടിയിട്ടൊക്കെയാണ് ചെയ്യണത്. എന്താ ഈ എന്താ ചെയ്യാ ഉദ്ദേശിക്കണേ? അല്ല, എന്തേലും ഒന്ന് പറഞ്ഞിട്ട് വെച്ചാ നന്നായി. അതൊരു കാര്യം ചെയ്യും, നിങ്ങളെ വീട്ടില് ഭാര്യയോടാ ചോദിച്ചോ കേട്ടാ. അല്ല, അതിന് അവരുടെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അതെ, അത് കിട്ടി തന്നെ. അതാ ഭാര്യനോട് ചോദിച്ച നോക്കലിൽ തീർന്നു. ബാല, അതെ
ആ പുഴയുടെ കാര്യം പറയാനായിട്ട് വന്നാ. അതെ, അപ്പൊ ഞാൻ എന്ത് പോക്കാൻ പോണു, നെഞ്ചത്ത് കൂടെ കെച്ചിനവൻ. ഇമാര് പോക്ക് പോയാലേ ഇപ്പം വീടത്തില്ലട്ടോ, വഴിയിൽ തീരുവൻ. എന്താ എനിക്ക് കരുനാക്കാൻ സുഖം തീർന്നു നിങ്ങൾ വഴി സാർക്ക്. അറിയാമോ അറിയാമോ എന്താ എന്താ ഒന്ന് വിളിക്കണ വണ്ടി എടുക്കേ നമുക്ക് പോലീസിനെ വിളിക്കണ. ഇവിടെ ആരും വണ്ടി ഇവിടെ ആരും വരില്ല. ആ ഹലോ, പോലീസ് സ്റ്റേഷനിലെ സാറേ, ഇവിടെ മാർക്കറ്റ് റോഡില് ഒരു പയ്യൻ ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഭയങ്കര സീരിയസ് ആണ്, ആരും കൊണ്ടുപോയില്ല. ആ എത്രയും പെട്ടെന്നൊന്ന് വരുമോ? അയ്യോ അത് പറ്റില്ല സാറേ, ഭയങ്കര സീരിയസ് ആയിട്ടാണ് കിടക്കണേ. അയ്യോ അങ്ങനെ പറയില്ല സാറേ, വളരെ എന്താ പറഞ്ഞേ? അതെ, അപ്പൊ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ? ആ സാർ എന്താ പറഞ്ഞേ? മുഖ്യമന്ത്രി വരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാ പോലീസുകാരും അവർക്ക് എക്സ്പോർട്ട് നടക്കണ കാര്യമല്ല. ആംബുലൻസ് എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു. ആംബുലൻസ് സർവീസിലേക്ക് വിളിക്കാം അല്ലേ? അതല്ല അല്ല, അതൊന്നും നടക്കണ കാര്യമല്ല. അവരെ FIR ഒക്കെ പിന്നെ തയ്യാറായിക്കോളൂ. വിളിക്കാം, ആളെ വിളിക്കും. എങ്ങനെയാലും ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുമോ നോക്ക. ഹലോ, ആംബുലൻസ് സർവീസ് അല്ലേ? മാർക്കറ്റ് റോഡിൽ നിന്നാണേ. ഇവിടെ ഒരു ആക്സിഡന്റ് പറ്റി. അതെ, അവിടെ ഇല്ല. അതെ, 2 ആംബുലൻസ് ഉള്ളത് റൂട്ട് പോയിരിക്കാണ്. അവിടെ വണ്ടി ഇല്ലാന്ന് പറഞ്ഞു. 4 ആക്സിഡന്റ് ആയി ഇവിടെ തന്നെ. അതെ, ഇതൊന്നും നോക്കി നിന്നിട്ട് നമുക്ക് എടുത്താലോ? അല്ല, എടുക്കാന്ന് പറഞ്ഞ വണ്ടി ഇല്ലാണ്ട് എങ്ങനെ എടുത്തിട്ട് എന്താ ചെയ്യാ? വണ്ടി വണ്ടി ഇവിടെ ആരും വണ്ടി സത്യശീലനാണ് വരുന്നത്. സത്യശീലന്റെ വണ്ടി ഉണ്ട്. സത്യ ആ കുടം സത്യ 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 എന്താണ്? അതെ, നോക്കാം, അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ആക്സിഡന്റ്? ഒരു പയ്യനാ ഇതിന് വണ്ടി ഇടിച്ചിട്ട്. എന്റെ വണ്ടി ഒന്ന് എടുക്കും. ആ കാർ നമുക്ക് ഒന്ന് ആസ്പത്രി കൊണ്ടു. എന്റെ വണ്ടിയൊക്കെ വേറെ ആളും ഉണ്ടായിരുന്നു. അല്ല അല്ല, ഏതെങ്കിലും ഒരു വണ്ടി അറേഞ്ച് ചെയ്യണോ ചങ്ങായി? എനിക്കൊക്കെ വണ്ടി ഉള്ളതല്ലേ. എന്റെ വണ്ടി ഒന്നാമത് അമ്മരെ തൊടുപുഴക്ക് എന്റെ സുഹൃത്ത് കൊണ്ടുപോയിരിക്കാണ്. അതെ, അച്ഛന്റെ സാറിനായിട്ട് കുടുംബക്കാരൊക്കെ വന്നിട്ടില്ലേ? അവരാരെങ്കിലും ഒരു വണ്ടി എടുക്കാൻ പറ. അവരോടൊന്ന് ചോദിച്ചാൽ ശരിയാവില്ല. ഒന്നാമത് എന്നെ കണ്ടുകൂടാ. ഞങ്ങളിപ്പോ പരിചയമുണ്ട് എന്നോട് പറയണ. ആ ചേക്ക അവിടെ കിടന്നിക്കൊന്ന് ആലോചിച്ച് നോക്കും. ഒരു മനുഷ്യനല്ലേ നിങ്ങൾ രണ്ടാളെയും വെറുതെ വേണ്ടാത്ത വണ്ടി മേലെ മുഴുവൻ ചെന്ന് ചാടുണ്ടല്ലോ. അനക്ക് പറഞ്ഞ വണ്ടി ഒന്നും എടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഉണ്ടാ കേറ്. മറ്റേ ഇതൊന്നും ഉണ്ടായിരിക്കണം. അവിടെ ഒരു മനുഷ്യനെ അവിടെ ഇങ്ങനെ അപകടം വെച്ച് കിടക്കുമ്പോൾ തോന്നിയ സംഘടിച്ച് പോയിന്റ് പോരാ. ഈ ഞോടെ കൂടെ കൊണ്ടുപോകാൻ നമ്മളെ ഡ്രൈവർ ഉണ്ടോ അവിടെ? വണ്ടി ഉണ്ടാ ഇല്ല? അത് ശരി. എടാ അവിടെ മനുഷ്യനത് ഒരൊന്നും രമ്മത്ത് തന്നാവൂലടാ. ആരെങ്കിലും ഒന്ന് വരണേ. മാർക്കറ്റിൽ ഒരു ചക്കൻ ഇങ്ങനെ വീണിട്ട് റോഡ് മക്കാരെന്ന് പറയുന്നുണ്ട്. ഒരു കുഞ്ഞി തിരിഞ്ഞു നോക്കാനില്ല. എല്ലാവരും സങ്കടത്തോട് വന്ന് നോക്കിയിട്ട് പോകുന്നില്ലാണ്ട് ഒരു കുഞ്ഞി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് ലൈവ് ഇടുന്നത് ഇത് കാസർഗോഡ് ജില്ലയിലല്ല ഇതിപ്പോ വിടേണ്ടത്. നമ്മളിപ്പോ കൊച്ചിയിലല്ലേ നിൽക്കുന്നത്. അങ്ങനെയല്ല പറയണ്ടത്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോ നിൽക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിന്റെ പരിസരത്താണ്. വളരെ ദാരുണമായ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ലൈവ് വന്നിരിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിന്റെ ഡിവൈഡറിൽ ചീറിപ്പാഞ്ഞു വന്ന ഒരു ബൈക്ക് ഇടിച്ച് ഒരു യുവാവ് ഇവിടെ കിടക്കുകയാണ്. മരണത്തോട് മല്ലിടുകയാണ് അദ്ദേഹം. അരമണിക്കൂറോളമായി ഈ ആക്സിഡന്റ് ഇവിടെ സംഭവിച്ചിട്ട്. ഈ പരിസരത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞു പോലും ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിനടുത്ത് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും അധികാരികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, പോലീസോ അല്ലെങ്കിൽ ആംബുലൻസോ, എത്രയും പെട്ടെന്ന് തന്നെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ എത്തിച്ചേർന്ന് ഈ യുവാവിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് ഞാൻ താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ്. ഒരുപാട് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകണം, ആരും നിർത്തുന്നില്ല. ഹലോ ഹലോ, കാണാം, ഏതെങ്കിലും ഒരു വണ്ടി ഒന്ന് വിളിക്കും. ഒരാളെ തിരിഞ്ഞു നോക്കുന്നില്ല. ചുറ്റും ആൾക്കാരുണ്ട്, ഒരു കുഞ്ഞി തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെയാണെങ്കിലേ ചേട്ടനെടുത്ത് മാറ്റുണ്ടോ കൂടെ? നമ്മൾ തൊട്ടത് കേസ് വേറെ ആവും. അതല്ലേ ഒരു ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തടസ്സപ്പെടുത്തല്ലേ? ആംബുലൻസ് ഡ്രൈവർ കുഞ്ഞുവാൻ ഇത് കാണുന്നുണ്ടെങ്കിൽ, കുഞ്ഞുവാനെ ഇതിപ്പോ നമ്മള് മാർക്കറ്റിന്റെ അവിടെയാണ് ഇത് നടന്നിരിക്കുന്ന അപകടം. ആരുടെ കുഞ്ഞാണെന്ന് ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ് ഇത്. ഞാൻ ഒന്ന് ഇത് കാണിക്കാം നിങ്ങളോട്. ദൃശ്യങ്ങൾ കുറച്ചുകൂടെ ഇതായിട്ട് കാണിക്കുകയാണ്. ഈ വേറെ വണ്ടി ഏതെങ്കിലും കിട്ടുമോ നോക്ക്.
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇങ്ങനെ ഒരു അപകടം വഴി കണ്ട എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കൊക്കെ ഉണ്ടാവണം. ഇത് എത്ര അരമണിക്കൂർ അവിടെ സംസാരിക്കണ നേരം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിന്ന് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കടന്നിടാം. നിങ്ങൾ വണ്ടി വിളിക്കാൻ പോയല്ലേ? എടാ ഇവിടെ ആക്സിഡന്റ് എന്ന് പറഞ്ഞപ്പോ അത് അറിഞ്ഞ വഴിക്ക് ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ തിരിച്ചു പോയാനവൻ മനുഷ്യത്തില്ലാത്തവൻ. മനുഷ്യത്വത്തിന്റെ അല്ല, അതെ അത് ഇത് കൊണ്ട് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നവരും പിന്നെ വണ്ടിക്കാരന്റെ തലയിലോ, അതുകൊണ്ട് ആരും വരാത്ത. നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ, നിയമൊക്കെ മാറിയത് അറിഞ്ഞില്ലേ? അപകടം പറ്റി കഴിഞ്ഞ് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാ ആനുകൂല്യം ഉണ്ട്, ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്റെ സാറ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാം ഒടിഞ്ഞ് വേറെ കയറിയാൽ നമ്മൾ കൊടുക്കും. എന്തും മനുഷ്യരൊക്കെ സൂരത്തൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ഇനി പറഞ്ഞ വണ്ടി തടയാ എനിക്ക് കയറ്റാ. നിങ്ങൾ കൂടും ഞങ്ങളുണ്ടാവും. വണ്ടി വരും. നോക്കണ്ട, അതെ മോളെ, ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്, ഒന്ന് സഹായിക്കണം. അയ്യോ എവിടെ? ആ ബൈക്ക് മറിഞ്ഞിട്ട് ആ കുട്ട തല പൊട്ടിയിട്ട് ചോര ഒളിച്ചോണ്ടിരിക്കുക. ഒന്ന് ആശുപത്രി കൊണ്ടുപോകണതില്ലേ? അയ്യോ എനിക്ക് ടൈമില്ല. അയ്യോ അങ്ങനെ പറയല്ലേ, നിങ്ങളൊക്കെ ഒന്ന് സഹായിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ, ഒന്ന് സഹായിക്കും നിങ്ങള്. ഇക്ക ഞാൻ ഭയങ്കര ബിസിയാണ്, അതുകൊണ്ടാണ്. വുമൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് ഞാൻ. അവര് ചർച്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് അധികം നേരം വേണ്ട. അതിപ്പോ അത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഭയങ്കര എമർജൻസി ആയതുകൊണ്ടാണ്. ഒരുപാട് പേര് എന്നെ കാത്തിരിക്കുകയാണ്. ഒരു ക്ലബിന്റെ പ്രസിഡന്റാന്നൊക്കെ അല്ലേ പറഞ്ഞു, അപ്പൊ ഒരു മനുഷ്യത്വം കാണിക്കുങ്ങള്. ആ മനുഷ്യത്വം നഷ്ടപ്പെടുന്ന സമൂഹം എന്ന് പറയുന്ന ചർച്ചയിലെ മുഖ്യ പ്രഭാഷകൻ ഞാനാണ് ചേട്ടാ. ഞാൻ ചെയ്യാതെ ഒന്നും നടക്കില്ല, അതുകൊണ്ടല്ലേ. ആ പോണ ബൈക്കൊന്നും അവിടെ ഇരിക്കാൻ, ഈ ബാക്കിലൊന്ന് കെട്ടി കെട്ടാ ഞങ്ങൾ. അയ്യോ പറയണോണ്ടൊന്നും തോന്നരുത്, ഞാൻ വളരെ ഹൈജീനിക് ആയിട്ട് സൂക്ഷിക്കുന്ന എന്റെ വണ്ടിയാണിത്. ബ്ലഡ് ഒക്കെ ആയ പിന്നെ അത് ക്ലീനിങ്ങിനൊക്കെ ബുദ്ധിമുട്ടാവും. അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റു. ഞാൻ കഴുകി തരാം, ഞാൻ കഴുകി വൃത്തിയാക്കി തരാം. ഞാൻ ചേട്ടാ സമയമില്ലാത്തോണ്ട്, അതുകൊണ്ടാ. ഒരു പെൺകുട്ടിയല്ലേ നീ? എനിക്ക് ഭയങ്കര എമർജൻസി ആയതുകൊണ്ട് നിങ്ങൾ ഈ വഴി തടയുന്ന എന്താ? എന്റെ മോളെ, ഒരു മനുഷ്യന്റെ ജീവന്റെ കാര്യമാണ്, ഒന്ന് സഹായിക്ക്. അതിൽ വലിയ എമർജൻസി നീ മനുഷ്യസ്ത്രീയാണ് നീ, കുട്ടിയെ ഒന്ന് സഹായിക്ക്. എന്തൊരു കഷ്ടത. സമാധാനമില്ലല്ലോ. ഒരു കല്ല് കിട്ടി കഴിഞ്ഞാൽ എറിഞ്ഞ് ഉടക്കി വേണ്ടേ? ഇതെന്താ ഈ നാട്ടുകാർക്ക് ഇങ്ങനെ? നഷ്ടപ്പെട്ട സമൂഹത്തിന്റെ പ്രസംഗത്തിന് പോവാ ഓള്, മനസ്സിലായവർക്ക്? അയ്യോ ചോര ചോര കാണാതെ ഇതൊക്കെ എന്തിനാണ് ഇതിപ്പോ വണ്ടി കിട്ടി അവര് വിളിക്കപ്പെട്ടേ. അതെ ചേട്ടാ, ഒരു ആക്സിഡന്റ്. അത് ഒരു മനുഷ്യത്വം കാണിക്കുങ്ങൾ. എന്ത് അതെ ഒന്ന് അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഒന്ന് മനുഷ്യത്വം കാണിക്കണോ? എന്ത് മനുഷ്യനാണ് ഇതൊക്കെ? കേട്ടോ, എന്താ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ കൊയേ? എന്താ ഇവരിങ്ങനെ? രക്ഷയില്ലടാ, ഈ ലോകം ശരിയല്ല, നാട് ശരിയല്ല. കയ്യിലല്ല, അതിനകത്ത് കൊടുക്കണം. അതെ, നമ്മളിനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. വണ്ടി വിളിക്കാൻ പോയവർക്ക് വണ്ടിയൊന്നും കിട്ടണില്ല. പിന്നെ പോലീസ് ആംബുലൻസ് ഒക്കെ വരാൻ സമയമെടുക്കും. പിന്നെ വന്നു കഴിഞ്ഞാലും ചോദ്യം നമ്മളെടുത്താണ്, എന്തിനു വെറുതെ നമ്മള് കുരിശ് പിടിക്കണേ? ചായ കുടിച്ചാ? ഓരോ ചായ കുടിച്ചിട്ട് വരാം. കാശണ്ട എനിക്കൊരാളെ ഒരു ചായ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു, ഞാൻ അവിടെ പോയി കുടിച്ചിട്ടാണ്. ഓ ഇതൊക്കെ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വേണ്ട, നിൽക്കാണ്ട് പോയി ചായ കുടിച്ചിട്ട് വാ. നമുക്ക് അവസാനം ഉണ്ടാവും അറിയാൻ വരാം, അല്ലാതെ ഇവിടെ നിന്നിപ്പോ വെറുതെ എല്ലാരും ഞാനിവിടെ പറഞ്ഞു വിടുന്നത്. വണ്ടിക്കൊന്നും വെച്ചിട്ടില്ല, പക്ഷെ അവിടെ നല്ല ചായ കിട്ടും. ഞാൻ ഉടലവരൊക്കെ അവിടെ പോയി, ഒക്കെ പോയില്ലേ, എല്ലാ മനുഷ്യന്മാരും പോയില്ലേ. ഇങ്ങനൊരു അവസ്ഥയിൽ ഇതിനിവിടെ ഇട്ടിട്ടാ. വല്ലാത്തൊരു നാടാണ് കേട്ടോ സുഹൃത്ത്. അതൊക്കെ ഇന്റെ നാട്ടിലാവണ്ടായിരുന്നു. ആക്സ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട് അവിടെ. ആ നിമിഷം ഞങ്ങൾക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടാവും അവര്. അങ്ങനത്തെ പ്രവർത്തകരുള്ള നാടായി. ഇതെല്ലായിടത്തും വേണം. ഇപ്പോഴല്ലായിട്ട് ബുദ്ധിമുട്ട് മനസ്സിലായത്. ഇതിപ്പോ എന്താ ചെയ്യ സുഹൃത്ത്, നമ്മൾ ഇത് എങ്ങനെ കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ലല്ലോ. അത് ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ അവിടെ തടിച്ചിട്ടുള്ളവരൊക്കെ പോയോ?
അവർക്ക് ഫോട്ടോ എടുക്കാനും നാട്ടുകാരെ അറിയിക്കാനല്ലേ നേരുള്ളൂ. ഹലോ എന്ത് വെച്ചിരിക്കാ അതിലൊക്കെ നടത്താൻ നോക്കണം മോനെ. നമ്മുടെ സത്യേട്ടന്റെ മോനല്ലേ നമ്മുടെ വായിക്കാൻ അയ്യോ അവനെ ഞാൻ 100 വട്ടം വിളിച്ചതല്ലെങ്കിൽ. സത്യേട്ടാ ഹലോ ഒന്ന് വേഗം മാർക്കറ്റോട്. അത് നമ്മുടെ നന്ദുണ്ട് അല്ല വണ്ടിയായിട്ട് ഒന്ന് വേഗം വായും കൂടെ. ഭാവിയുള്ള ചെക്കനാട്ടോ, ഡോക്ടറേറ്റ് പഠിക്കണ ചെക്കനത്. ഇതൊന്ന് ആലോചിച്ച് നോക്കിയത്. ആ കള്ളനായോട് ഞാൻ പറഞ്ഞത് അവൻ വന്നൊന്നും നോക്കിയിട്ട് പിടിക്കാട്ടോ എങ്ങോട്ട് പിടിക്കണം മോനെ. അപ്പോ ദിസ് ഇസ് അവർ ഫസ്റ്റ് ഒഫീഷ്യൽ മീറ്റിംഗ്. ചാനലിന്റെ പേര് എല്ലാവർക്കും മനസ്സിലായല്ലോ, പൂക്കടൽ. എന്നിട്ട് സാറ് പൂക്കുടലിന് എഴുതിയേക്കണേ. ഓ സോറി കേട്ടോ, ഞാൻ മലയാളം അത്ര ഇതല്ല, അതുകൊണ്ട് വെച്ചതാ. സോറി, അത് തെറ്റിപ്പോയി. ഇത് എഴുതിയപ്പോഴേ അതായത് ഇങ്ങനെയുള്ളൂ. മതി മതി, അത് മതി. ഇത് ശരിയല്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ ചാനലിലെ കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം. ഇത് സീനിയർ പ്രൊഡ്യൂസർ മണ്ടോദരി, അത് പ്യാര് യാദവ് മറ്റൊരു സീനിയർ പ്രൊഡ്യൂസറാണ്. ഇദ്ദേഹത്തിനെ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എങ്കിലും പരിചയപ്പെടുത്തുകയാണ്. ആള് ഒരുപാട് വലിയ വലിയ ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത്, സർക്കാരിന്റെ പല ചാനലിൽ വരെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് സുമേഷ് ഏട്ടൻ. ഇദ്ദേഹമാണ് നമ്മുടെ ഫിക്ഷൻ ഹെഡ്. അതെന്താ ഫിക്ഷന്റെ ഹെഡ് അതാരാ? വേറൊന്നുമല്ല, അത് പുള്ളി പഴയ ആളല്ലേ. അപ്പോ അന്ന് ഈ ഫിക്ഷൻ നമ്മൾ പറയാറില്ലല്ലോ, ആ വാക്ക് ഇപ്പൊ ഉണ്ടാക്കിയല്ലേ. അപ്പൊ അന്ന് ടെലിഫിലിം ഒക്കെ അല്ലേ. ഒന്നുമില്ല, സീരിയലിന്റെ കാര്യങ്ങൾ നോക്കുന്ന ആള്. ഞാൻ ഇവിടെ വേറൊരു കയറ്റി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മൾ സീരിയൽസിന്റെ കാര്യങ്ങൾ. രകൻ സാറേ എന്താ തരുന്നേ? ഞാൻ ഈ ചാർജർ ഒന്ന് കുത്താൻ എവിടെയാ സ്ഥലം നോക്കി. അത് അവിടെ കുത്താലോ, ഫ്രണ്ട് കുത്താലോ. എവിടെ? അതേ ആ ചെറിയ സ്വിച്ചിൽ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഇതണ്ട ഇങ്ങനെ പൊങ്ങി വരും. രകൻ സാറേ അതെ അങ്ങനെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, ഏതാ വേണമെങ്കിൽ കുത്തിക്കാം കേട്ടാ. അപ്പൊ ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞില്ല, നമ്മുടെ ഈ രാഘവൻ സാറാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. എന്താ പേര്? ഇല്ല, നന്നായിരിക്കും എന്ന് പറഞ്ഞാണ് സീനിയോറിറ്റി. അതെ അതെ, നല്ലതായിരിക്കും പറയായിരുന്നു. നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ചാനലുകളിൽ നല്ല കഴിവ് തെളിച്ചിട്ടുള്ള ആൾക്കാരാണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് സുമേഷ് സാറിനെ കേൾപ്പിക്കുക, സാറ് വായിക്കും. സാറ് വായിച്ചിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ അത് അപ്രൂവൽ വരും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 എപ്പിസോഡ് ഷൂട്ട് ചെയ്യാം. അത് ഞാനും കൂടി ഇരുന്ന് വിലയിരുത്തും. പിന്നെ അതിൽ ഞാൻ 1-2 കാര്യങ്ങൾ ഇപ്പോഴേ പറയാം. ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഫ്രെയിം ടു ഫ്രെയിം നല്ല റിച്ച് ആയിരിക്കണം, കണ്ണിനൊരു കുളിർമ കിട്ടണം. ഇപ്പോൾ സിറ്റുവേഷൻ ദാരിദ്ര്യമാണെങ്കിലും അതിൽ നിൽക്കുന്ന ആ കഥാപാത്രം, ആ ദാരിദ്ര്യം അനുഭവിക്കുന്ന കഥാപാത്രത്തിന്റെ വേഷഭൂഷാദികൾ നല്ല റിച്ച് ആയിരിക്കണം. അപ്പൊ ദാരിദ്ര്യം നമ്മള് ഡയലോഗില് ഫീൽ ചെയ്യിച്ചാണ്. അതാണ് പേര്, അതാ പറഞ്ഞത്. അത് അഭിനയത്തിലൂടെ അഭിനേതാവ് തെളിയിക്കണം. ദാരിദ്ര്യം എന്താണെന്ന് ജനങ്ങളിൽ എത്തിക്കണം. അത് അഭിനയത്തിലൂടെ വേണം. അങ്ങനെ ഉള്ളവർ മതി, നമുക്ക് അങ്ങനെയുള്ള സീരിയൽ മതി. അപ്പൊ നമ്മൾ എന്ത് വില കൊടുത്തും റേറ്റിംഗിൽ 1-ാം സ്ഥാനത്ത് വരണം. അതിന് നമ്മൾ ചാനൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു ടൈം 1 year ആണ്. 1 yearൽ ഫസ്റ്റിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ബിൽഡിങ്ങും സൗകര്യങ്ങളും കാർ പാർക്കിങ്ങും ഒക്കെ കിടക്കല്ലേ, എല്ലാം കൂടെ എടുത്ത് കല്യാണം ഉണ്ടോ അതിന് കൊടുക്കാനാണ് MD-യുടെ തീരുമാനം. അത് വേണ്ടിയല്ല സാറേ, നമ്മൾ 1 കൊല്ലം കൊണ്ട് നമ്മൾ 1-ാം നമ്പർ സ്ഥാനത്തെത്തും. അപ്പോൾ ഇനി നമുക്ക് എന്താണ് നിങ്ങളുടെയൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള ഓരോ പ്രോജക്റ്റുകളെ കുറിച്ച് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. മണ്ടു എന്ത് പ്രോജക്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? സർ, ഞാന് ഇപ്പൊ എന്ത് ചെയ്താലും അത് ഹിറ്റ് ആയിരിക്കണം എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. എനിക്ക് നിർബന്ധമുണ്ട്. അല്ല, അത് ഹിറ്റ് ആയിരിക്കും. ഇതുവരെ ഒരു ചാനലിലും കാണാത്തൊരു ഷോ ആണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. എന്താണ് പറയും? അതായത് ആയോധന കല, നീന്തൽ, നൃത്തം, പാട്ട്, എല്ലാ ചാനലിലും പറഞ്ഞ കാര്യങ്ങൾ. സർ, അതൊക്കെ സെപ്പറേറ്റ് അല്ലേ? ഇതൊരു ഫ്യൂഷൻ ആണ്. ഇതുവരെ ആരും കാണാത്ത ഒരു ഫ്യൂഷൻ. എങ്ങനെ സംഭവം ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞേ. സർ, ഒരു മിനിറ്റ്. അതായത് ഇവിടെ നമുക്ക് ഇങ്ങനെ വട്ടത്തിലുള്ള ഒരു സംഭവം വേണം. എന്താണത്? സർ, ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ. ഓക്കെ. പിന്നെ ഇവിടെ ഒരു സ്റ്റേജ്, അതിൽ കുറെ തളികകൾ. അത് തളികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുച്ചിപ്പിടി കളിക്കില്ലേ, അത്. പാത്രങ്ങൾ. അത്. പിന്നെ അത് കഴിഞ്ഞാൽ
ഇവിടെ ഇങ്ങനെ വലിയൊരു മൈക്ക്. ഓ ഇതാണ് മൈക്ക്. മൈക്ക്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് നമ്മൾ ഈ സ്പേസില്ലേ ഇവിടെ വാൾപ്പയറ്റ് നടക്കും. വാൾപ്പയറ്റിൽ ജയിക്കുന്നവര് ഉടനെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടുന്നു, നീന്തുന്നു. ഈ സ്വിമ്മിംഗ് പൂൾ എത്ര വേണം ഡിസ്റ്റൻസ്? എത്ര ഇതാണ് അവർക്ക് ഒരു മത്സരത്തിന് കൊടുക്കാൻ? നമുക്ക് 50 മീറ്റർ മതി. ധാരാളം വേണം. വേണം വേണം. ഓക്കെ. അങ്ങനെ നീന്തുന്നു. നീന്തി ജയിക്കുന്നവർ ജയിക്കുന്നവർ വേഗം ഈ സ്റ്റേജിലേക്ക് ഓടിക്കയറും. എന്നിട്ട് ഈ തളികയിൽ നിന്ന് നൃത്തം ചെയ്യും, കുച്ചിപ്പിടി. അവിടുന്ന് ജയിക്കുന്നവർ അയ്യോ മറന്നുപോയി, ഇവിടെ കുറച്ച് മുട്ട വെക്കണം സർ. എഗ് എഗ് എഗ്. മുട്ടയല്ല, ഈ ഡാൻസ് കളിച്ച് ജയിച്ചാൽ ഉടനെ ഇവിടെ വന്നിട്ട് ഒരു 5 മുട്ട ഒരു 3 സെക്കൻഡിനുള്ളിൽ കഴിക്കണം. അവിടുന്ന് ജയിക്കുന്നവർ ഓടി ഇവിടെ വരിക, ഒരു ശാസ്ത്രീയ ഗാനം ശ്രുതി തെറ്റാതെ പാടണം. കിടക്കൊന്നും പാടില്ല. ശ്വാസം കിട്ടൂല. അങ്ങനെയൊന്നല്ല, ഇത് ജയിക്കുന്നവർക്ക് 1 കോടിയുടെ ഫ്ലാറ്റ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതാര് പറഞ്ഞു 1 കോടിയുടെ ഫ്ലാറ്റ് കൊടുക്കും? ഞാൻ പറഞ്ഞു. അങ്ങനെ തീരുമാനിക്കാൻ അതൊന്നും നടക്കില്ല. അത് നടപ്പുള്ള കാര്യമല്ല. 1 കോടി രൂപയുടെ ഫ്ലാറ്റ് എത്ര അങ്ങനെ കൊടുത്താലേ നഷ്ടമാവും ചാനലിന്. എന്റെ പൊന്ന് സാറേ, ഇവിടെ വാൾപ്പയറ്റല്ലേ, പകുതി അവിടെ വീഴും, പിന്നെ വെള്ളത്തിലേക്ക് ചാടും, പകുതി അവിടെ മുങ്ങും, പിന്നെ ഇവിടെ വന്ന് ഡാൻസ് കളിക്കും, മുട്ടും കുത്തി അവിടെ ഇരിക്കുള്ളൂ. പിന്നെ ഇവിടെ വന്ന് മുട്ട തിന്നാനുള്ള ആവതൊന്നും ഉണ്ടാവില്ല. ഇനി അഥവാ തിന്നാൻ തന്നെ ഇവിടെ വന്ന് കിതച്ച് ശ്രുതി തെറ്റാതെ ആരെങ്കിലും പാടുവോ? പാടില്ല. അതല്ലേ. അല്ല, പക്ഷെ അങ്ങനെ വരുമ്പോ ഇതില് അപകടങ്ങളൊക്കെ സംഭവിച്ചാൽ അവരെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യണം, അതിന്റെ ട്രീറ്റ്മെന്റ് ചെലവ് നമ്മൾ വഹിക്കേണ്ടി വരും. അത് പ്രശ്നം. അതിനല്ലേ വരുമ്പോ തന്നെ അവരെ കൊണ്ടൊരു എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്യിക്കും. അവരുടെ ശരീരം അവരുടെ ഉത്തരവാദിത്വമാണ്. അത് ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യണം. ബ്രില്യന്റ് ഐഡിയ കൊണ്ടു. നമുക്ക് ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് വേണ്ടത് കേട്ടോ. ഇത് സക്സസ് ആണ് എന്റെ മനസ്സ് പറയുന്നത്. സാറേ, മണ്ടുവിന്റെ ഐഡിയ കൊള്ളാം. അതിൽ എന്റെ ഒരു അഭിപ്രായമേ, നമ്മുടെ ചാനലിലെ ആർട്ട് ഡയറക്ടർ എന്ത് സജഷൻ പറഞ്ഞാലും നടക്കില്ല എന്ന് പറയും. അപ്പൊ ഇതുപോലുള്ള ഒരു സെറ്റ് നമുക്ക് അടിക്കണമെങ്കിൽ പുറത്തുനിന്ന് ആളെ ഇറക്കേണ്ടി വരും. ഇപ്പൊ നമുക്ക് വേറെ എക്സ്പെൻസ് ഒന്നും വരുന്നില്ലല്ലോ. പുറത്ത് എവിടെ നിന്ന് വേണം നമുക്ക് കൊണ്ടുവരാം? ഇപ്പൊ ജപ്പാനിന്നോ ചൈനയെന്നോ എവിടെ നിന്ന് കൊണ്ടുവരണം? സാർ, ജപ്പാൻ ചൈന ഒന്നും വേണ്ട, ബോംബെന്ന് തന്നെ ആളെ കൊണ്ടുവരണം. ബോംബെന്ന് മതി. അത് പിന്നെ അത് കുഴപ്പമില്ല. ഇനി എന്താണ് അടുത്ത പ്യാരിയുടെ എന്റെ ഒരു പ്രോജക്റ്റ് സാറേ, സാറ് നേരത്തെ കല്യാണ മണ്ഡപങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് വന്നൊരു തിങ്കിങ് ആണ്, നമുക്ക് ഈ കല്യാണ മണ്ഡപങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് അടുത്ത് നടക്കുന്ന കല്യാണ വധൂവരന്മാരുടെ നമ്പർ ശേഖരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യാൻ? ആ നമ്പർ ശേഖരിച്ചിട്ട് അവരുടെ വീടുകൾ കണ്ടെത്തിയിട്ട് ഇവരറിയാതെ നമുക്ക് ബെഡ്റൂമിൽ ക്യാമറ പിടിപ്പിക്കണം. മനസ്സിലായില്ലേ? സത്യം പറഞ്ഞാല് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എന്റെ മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറെ ആയി കേട്ടോ. അപ്രൂവ്ഡ്. സാറേ, ഈ പല ചാനലുകളും അവരറിഞ്ഞുകൊണ്ട് ക്യാമറ വെച്ചിട്ട് ഒരു മുറിയിൽ പൂട്ടിയിട്ടാണ് പതിവ്. അതെ. ഇത് നമ്മൾ ഇവരറിയാതെ വീടുകളിൽ കൊണ്ടുപോയി ക്യാമറ ഘടിപ്പിക്കും. നല്ല ഐഡിയ. അത് നമുക്കൊരു 100 എപ്പിസോഡ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് ചാനൽ ഉയർന്നു വരുമ്പോ നമുക്ക് 6 മാസം തൊട്ട് 1 വയസ്സ് വരെയുള്ള കുട്ടികൾ, പിഞ്ചു കുട്ടികൾ, അവരെ നമുക്കൊരു മുറിയിൽ പൂട്ടിയിടാം. 1-2 മാസം പൂട്ടിയിടാം. റിസ്ക് എടുക്കണം. പൂട്ടിയിട്ടിട്ട് അവരുടെ തല്ലുപിടുത്തങ്ങള്, അവരുടെ ഒരു ജീവിതം, അവരുടെ ഒരു പാട്ടുപാടൽ, കളി. ഇത് വേറെ ഏതെങ്കിലും ചാനൽ ആർക്കെങ്കിലും ഐഡിയ ഷെയർ ചെയ്തോ? ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രോജക്റ്റ് എന്റെ അടുത്തുണ്ട്. പിന്നെ മറ്റേ ഞാൻ സുമേഷ് സാറിന് കൊടുത്ത് നമ്മുടെ ചുക്കും കുരുമുളകും എന്നുള്ള സീരിയൽ. അതെ, നമുക്ക് ചുക്കും കുരുമുളകും വേണ്ട. ചുക്കും കുരുമുളക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആ പാറ്റേണിൽ ഒരുപാട് പരിപാടി വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് വേറിട്ടിട്ട് ബോളി മീൻകറി. അല്ല, കഴിക്കാനല്ല. എനിക്ക് മനസ്സിലായി, കഴിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. തന്നെയാണ് 2 ചേരാത്ത 2 വിഭവങ്ങൾ തമ്മിൽ ചേരുമ്പോൾ എന്നുണ്ടാവും. അതാണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുള്ളത്. മനസ്സിലായി? ഉമേഷ് സാറിന് എന്താ പറയാനുള്ളത്? പറഞ്ഞേ. എനിക്കൊന്നും പറയാനില്ല. എന്നോട് മീറ്റിംഗിൽ പറയാന്ന് പറഞ്ഞല്ലേ? അത് മറന്നുപോയി. സുമേഷ് സാർ പറയൂ, എന്തോ ഐഡിയ സുമേഷ് സാറിന് പറയാമെന്ന് പറഞ്ഞല്ല, പറയും. അതെ, ഞാൻ റേഡിയോ നിലയത്തിലായിരുന്നപ്പോഴും ഞാൻ ചില പരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം വേണ്ടി നമുക്ക് ഇവിടെ അവതരിപ്പിക്കാം. ഗുഡ്, വെരി ഗുഡ്. കണ്ടോ, നമുക്ക് ഇങ്ങനെയുള്ള പഴയ സാധനങ്ങൾ, അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ജനങ്ങൾക്ക് കൊടുക്കണം. പറയൂ, എന്താ ഐഡിയ പറയും, കേട്ടോളൂ. കേട്ടോട്ടാ. കമ്പോളം നിലവാരം: കുരുമുളക് കിൻഡൽ 400 രൂപ, ഏലക്കായ 600 രൂപ, ഏത്തപ്പഴം 300 രൂപ, ഉള്ളി 500 രൂപ. ഇപ്പൊ പുതിയ വിലയായി. സുമേഷ് സാറേ, നമ്മൾ ഈ 1 വർഷത്തിനകത്ത് തന്നെ നമ്മുടെ FM ചാനൽ തുടങ്ങുന്നുണ്ട്, റേഡിയോ ചാനൽ തുടങ്ങുന്നുണ്ട് നമ്മളെ, കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇത് അവിടെ അവതരിപ്പിക്കാം. തൽക്കാലം ഇപ്പോൾ വെറുതെ ഇരുന്ന് ഒപ്പിട്ടാണ്. ഒപ്പിടാൻ പഠിച്ചോ, കുറച്ച് ഒപ്പ് കൂടുതൽ ഇടാൻ പഠിച്ചോ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, അപ്പം നമ്മുടെ മീറ്റിംഗ് ഏതാണ്ട് ഓക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് 1 വർഷം കൊണ്ട് നമ്മുടെ പൂക്കടൽ ചാനൽ റേറ്റിംഗിൽ
ഒന്നാമതെത്തണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സഖാവെ നിങ്ങൾ പറഞ്ഞത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ ആ കേസ് കൊടുത്തത് ഓനല്ലേ, ഓനൊന്നും ഇവിടെ വരണ്ടേ? ഓന്റെ ഓഫീസിൽ ഇതുവരെ വന്നിട്ടില്ല, ഫീസൊന്നും തന്നിട്ടില്ല. ആ ശരി, ഞാനിവിടെ തിരക്കാം, എനിക്ക് കക്ഷികളുണ്ട്, നിങ്ങൾ പിന്നെ വിളിക്കും. നമസ്കാരം സാർ. പിന്നെ ഒരു വക്കീൽ നോട്ടീസ്. ആ അപ്പൊ ഇപ്പരുന്ന ദിവാകരന്റെ ഭാര്യയായിട്ട് നിങ്ങൾക്ക് വല്ല അഭിഹിതമുണ്ടോ? അയ്യോ ഇല്ല സാറേ. പിന്നെന്താ ഇവരിങ്ങനെ ഒരു കാര്യം പറയും? എന്റെ പേര് സത്യശീലൻ. ഞാനൊരു സംവിധായകനാണ്. എന്താ സംവിധാനം ചെയ്ത് നിങ്ങൾ? 2 സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. സിനിമയോ? അതെ അതെ. ഏതൊക്കെയത്? ഫസ്റ്റ് പടം ആലിലെ ചാത്തൻ, രണ്ടാമത്തെ പടം അച്ചാച്ചനും അച്ചാമ്മയും പിന്നെ കോവാലനും. അത് പക്ഷേ കാര്യമായിട്ട് ഓടിയില്ല. മറ്റേതോ? മറ്റേത് ഒട്ടും ഓടിയില്ല. ഞാൻ സാധാരണ സിനിമ കാണുന്ന ആളാണ്, പക്ഷെ ഇത് രണ്ടും കണ്ടതായിട്ടുള്ള ഓർമ്മ എനിക്കില്ല. ഇപ്പൊ എന്താ ചെയ്യണമെന്നിട്ട്? ഇപ്പോ സിനിമയിൽ ഇപ്പോ മാറി നിന്നത് കൊണ്ടേ ഇപ്പൊ ഞാൻ സീരിയൽ ചെയ്തോണ്ടിരിക്കുന്നു. ഏതാ സീരിയൽ? ഏതാന്ന് പറഞ്ഞു? സീരിയൽ ഇപ്പോ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയൽ തന്നെ. അല്ല, അതിന്റെ പേരാ ചോദിക്കണേ. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക. എന്റെ ഈ സീരിയൽ കണ്ട് ഈ പരാതിക്കാരനും ഭാര്യയും തമ്മിൽ വഴക്കാവുന്നു. ഭാര്യ ഈ സീരിയലിന് അഡിക്റ്റ് ആയിട്ട് അവർ കുടുംബം നോക്കുന്നില്ല, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നില്ല, ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കുന്നില്ല, അച്ഛനെയും അമ്മയെയും നോക്കുന്നില്ല. എന്താണ് സ്ത്രീകളൊക്കെ ഇങ്ങനെ? നിങ്ങളൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി നിൽക്കുകയല്ലേ നമ്മൾ? ആണോ? ഈ മൂത്തോർ ചൊല്ലും മുതുനെല്ലിക്കുന്ന സംവിധായകങ്ങളാണ്. അതെ 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 അതെ. നിങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാ ആണോ? എന്ത് തോന്നിയാസങ്ങൾ സീരിയലിൽ കാണിക്കണത്? ഇപ്പൊ ഈ ഇതിൽ പരാതിക്കാരനായ ദിവാകരൻ പറഞ്ഞില്ലേ, വളരെ കറക്റ്റ് ആണത്. നിന്റെ വീട്ടിൽ നടക്കുന്നത് ഇതേപോലെയാ. ഈ ദിവാകരന്റെ ഭാര്യ പെരുമാറും പോലെ ഇപ്പൊ എന്റെ ഭാര്യ എന്നോട് പെരുമാറുന്നത്. ഓള് ഈ സീരിയലിന് അഡിക്റ്റ് ആണ്. ഈ സീരിയൽ എന്നല്ല, കണ്ട വളിഞ്ഞ സീരിയൽ മുഴുവൻ കാണുവോളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ സാറിന്റെ ഭാര്യയോട് സീരിയൽ കാണാന്ന് പറഞ്ഞാൽ പോരെ? നമ്മളെ പെണ്ണുങ്ങളോട് നമ്മൾ സീരിയൽ കാണാന്ന് പറയാനോ? നിങ്ങൾ എന്റെ മയ്യത്തിന് നിങ്ങൾ സമാധാനം പറയൂ. നിങ്ങൾ എന്ത് വിവരക്കേടാ നിങ്ങൾ പറയണേ? ഇപ്പൊ ഓള് മാത്രല്ല, എന്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുണ്ട്, ഓള് വസലായിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഈ സീരിയൽ കണ്ടിട്ട്. സാറിന്റെ ഭാര്യക്ക് എന്താ ശരിക്കും ജോലി? സീരിയൽ കാണാനല്ലേ, വേറെന്താ പണി? അല്ല, വേറെ ഒന്നുമില്ലേ? വേറെ ഒരു കോളേജ് ലെക്ചറാ. 5 മണി വരെ കോളേജിലാ. 5 മണിക്ക് ഇങ്ങോട്ട് വന്ന 5:30 മണി മുതൽ 10:30 മണി വരെ ഓളെ കൈമലാ TV. സാറ് പറയുന്നത് സമൂഹത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ സീരിയലാണെന്നാണോ? പിന്നല്ലേ? ആണോ? ആണോന്ന്. ഒരു സീരിയൽ നന്നായാൽ കുടുംബം നന്നാവും, കുടുംബം നന്നായാൽ സമൂഹം നന്നാവും, സമൂഹം നന്നായാൽ ലോകം നന്നാവും, ലോകം നന്നായാൽ... സാർ എന്തൊക്കെയാണ് സാറെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞാനൊരു ആവേശപ്പുറത്ത് എന്തൊക്കെയോ പറഞ്ഞു പോയതാ. പക്ഷെ എന്തായാലും ഇത് വളരെ മോശമാണ്. നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, നല്ലതാ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കിപ്പോ നിങ്ങളെ കണ്ടപ്പോ എന്റെ പെരുവരിൽ ഇങ്ങനെ തരിച്ച് കയറുക. സത്യശീല, ഈ വക്കാലത്ത് ഏറ്റെടുക്കാൻ ശരിക്കും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്റെ തൊഴിൽ ഇതായതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഏറ്റെടുക്കുക. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പത്തെ ഈ സീരിയലിന്റെ ഈ ഒരു ഇതൊക്കെ വിട്ടിട്ട് ഈ സമൂഹ നന്മയുള്ള, അതായത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ ചെയ്തു തുടങ്ങി. നിങ്ങൾക്ക് പറ്റൂ, നിങ്ങൾ ചെറുപ്പാണ്, നിങ്ങൾക്ക് കഴിവുണ്ട്. ആ രീതിയിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ നായിക ഹേമ നിത്യവും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷാംപൂ ഒരു ദിവസം ഹേമയുടെ ഭർത്താവിന്റെ അമ്മ ഉപയോഗിച്ചു എന്നറിയുന്നു. ഇതിനെ തുടർന്ന് രോഷാകുലയായ ഹേമ അമ്മായിയമ്മയെ തെറി വിളിക്കുന്നു. ഒട്ടും മോശമല്ലാത്ത രീതിയിൽ അമ്മായിയമ്മ തിരിച്ചും തെറി വിളിക്കുന്നു. ആഹാ. രണ്ടുപേരും തമ്മിൽ വാഗ്വാദം നടക്കുന്നു. അപ്പോ ഈ ഭർത്താവ് ആരുടെ ഭാഗം നിൽക്കണമെന്നറിയാതെ പഴം വിഴുങ്ങിയതുപോലെ വാ പൊളിച്ചു നിൽക്കുന്നു. തർക്കത്തിനൊടുവിൽ മനം നൊന്ത് ദേഷ്യത്തോടെ പല ഭാവത്തിൽ നായിക തന്റെ റൂമിലേക്ക് ചെല്ലുന്നു. തന്റെ സാരി എടുത്ത് ഫാനിൽ കെട്ടി കഴുത്തിൽ കെട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. അതെന്താ ഈ ഷാമ്പു എടുത്ത് അമ്മ ഉപയോഗിച്ചതിന്? അതെ. ഈ സമയം കതക് തുറന്ന് 8 വയസ്സായ മകൾ മീനുക്കുട്ടി ഇത് കാണുന്നു. വിഷമത്തോടെ മീനുക്കുട്ടി അരുതമ്മേ അരുതമ്മേ എന്ന് പറയുന്നു. പക്ഷേ ഹേമ മരിക്കാൻ ഉറച്ചു തന്നെ. എന്ത് ചെയ്യണമെന്നറിയാതെ മീനുക്കുട്ടി അച്ചമ്മയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. അച്ചമ്മയെ നോക്കി ദേഷ്യത്തോടെ മീനുക്കുട്ടി, ഹേ പെരട്ട് കിളവി. കിളവി സത്യ സാർ, അതിലൊരു കാര്യം ചെയ്യാം. ഈ കിളവി എന്നുള്ളൊക്കെ പ്രയോഗം പണ്ടത്തെ, ഇപ്പൊ കുറച്ചുകൂടി മാറ്റം വന്നിട്ട് നമുക്കത് മാറ്റാം. ഹേ പെരട്ട് തള്ളേ. അങ്ങനെ, ഹേ പെരട്ട് തള്ളേ, നിങ്ങൾ കാരണം എന്റെ അമ്മ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്.
എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ കുനിച്ചു നിർത്തി കൂമ്പിനിടിക്കും, ഓർത്തോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മുഖം തിരിച്ച് സ്ലോ മോഷനിൽ നടന്നു നീങ്ങുന്നു. അപ്പോ നമ്മുടെ 1328 എപ്പിസോഡ് കഴിയും. ഇത് കാണുമ്പോ ജനങ്ങൾ ഇങ്ങനെ കോരിത്തരിക്കും. എങ്ങനെയുണ്ട് സാറേ? ഇതിലിപ്പോ നിങ്ങൾ ഈ ലാസ്റ്റിൽ എഴുതിയിട്ടുള്ള ഡയലോഗ് 8 വയസ്സായിട്ടുള്ള കുട്ടി പറയണം. നമ്മുടെ മീനുകുട്ടിക്ക് 8 വയസ്സല്ലേ? എന്റെ പൊന്നു സുഹൃതൻ സാറേ, ഏതെങ്കിലും വീടുകളിൽ ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ സംസാരിക്കൂ? എന്റെ മോള് സംസാരിക്കുമല്ലോ, അവളിതിലും വലുത് സംസാരിക്കും. അത് കേട്ട് കഴിഞ്ഞാൽ ചിരിച്ച് ശബ്ദം വിടും. അതെ, ഇത് നിങ്ങളുടെ ഭാഷയാണ്. ഈ വൃത്തികെട്ട ഭാഷ എന്തിനാണ് ഈ പാവം കുട്ടികളെ കൊണ്ട് പറയിക്കുന്നത് നമ്മള്? വൃത്തികെട്ട ഭാഷ? അതെന്താ സത്യം സാർ അങ്ങനെ പറയണത്? ഞാൻ പിന്നെ എങ്ങനെ പറയണം? ഇതിപ്പോ ആദ്യമായിട്ടൊന്നല്ലല്ലോ. എന്റെ 2 കഥ ഇതിനു മുമ്പ് സീരിയലാക്കിയ ആളല്ലേ? ഇപ്പൊ തന്നെ ഈ സീരിയൽ എത്രയായി? 1328 എപ്പിസോഡായില്ലേ? ഇനിയെങ്കിലും നന്നായി കൂടെയെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നന്നായി കൂടെ എന്ന് പറഞ്ഞ് ഇതെന്റെ ഒരു ശൈലിയാണ്. ഇതിന് എനിക്ക് ഇതിന്റേതായ പ്രേക്ഷകരുണ്ട്. ഇത് ബോറാണ് സുഹൃതൻ സാറേ. ആര് പറഞ്ഞു ബോറാണെന്ന്? ഇപ്പൊ പുഞ്ചിരി ചാനലിൽ എന്റെ ദുർഘടം എന്ന സീരിയലിനെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്താ അഭിപ്രായം? ഒന്ന് പുറത്തിറങ്ങി അന്വേഷിച്ച് നോക്കണം. എന്താണ് അഭിപ്രായം? 8 വയസ്സായ മകൻ അച്ഛനെ കത്തികൊണ്ട് ആഞ്ഞുകുത്തി ജയിലിൽ പോയി. ഇനി ആൾക്കാർ കാത്തിരിക്കുകയാണ് 25 വർഷം കഴിഞ്ഞിട്ട് ആ മകൻ തിരിച്ചു വരാൻ. എന്തിന്? അമ്മയെ കൊല്ലാൻ. ഇത് പരമ ബോറാണ് സുഹൃതൻ സാർ. ഇനിയെങ്കിലും ഇത് തിരിച്ചറിയും. ഇത് കണ്ടിട്ടാണ് ചാനൽ എന്നെ എഴുതാൻ ഏൽപ്പിച്ചത്. എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. എന്നെ ഏൽപ്പിച്ചത് ചാനലാണ്. എനിക്കിത് ചെയ്യാൻ പറ്റില്ലെന്ന്. എന്നാ അത് ചാനലിനോട് പറയാ, അവരൊരു ചർച്ചയ്ക്ക് വെക്കും. എന്നിട്ട് എന്താ വേണ്ടിച്ചത്? ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങളത് മാറ്റി എഴുതണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആലോചിക്കാം, അല്ലെങ്കിൽ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്. അതെന്നോട് ചാനൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും പറയുന്നത് 12ഓളം സീരിയലുകൾ എഴുതിയിട്ടുള്ള ആളാണ് ഞാൻ. 1000 എപ്പിസോഡ് ഇയാള് തന്നെ ഡയറക്ട് ചെയ്തേക്കും. സാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ചാനലിലെ ഏറ്റവും റേറ്റിംഗ് ഉള്ള സീരിയലാണ് ഞാൻ എഴുതുന്ന മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക. അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആയിട്ട് പറയട്ടെ, വളരെ സത്യമാണ്. അതായത് വൈകുന്നേരം എല്ലാവരും നെല്ലിക്കയുടെ മുന്നിലാണ്. ഈ മുതുനെല്ലിക്ക എന്നുള്ള പേര് വന്നുകൊണ്ടാണ് ആ അച്ചാറ് കമ്പനിക്കാർ നമുക്ക് ഈ സ്പോൺസർഷിപ്പിനെ തന്നിട്ടുള്ളത്. 1 കൊല്ലത്തേക്കാണ് അവരായിട്ടുള്ള കരാറ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതിന് വ്യത്യാസം വരുത്തിയിട്ട് ഇതിന്റെ മാർക്കറ്റ് ഡള്ളായി കഴിഞ്ഞാൽ നമ്മൾ അവരോട് എന്ത് സമാധാനം പറയും? ഇത് എനിക്കിപ്പോ ഇതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ സുഗതൻ എന്ന് പറയുന്ന ആളുടെ എഴുത്തിനെ കുറിച്ചൊന്നും ഇവിടെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കേൾക്കണോ? ഇല്ല. ഇപ്പൊ ഇയാളുടെ എഴുത്ത് നല്ലതാണോ ചീത്ത എന്നുള്ളത് വേറെ കാര്യം. അതിപ്പോ എന്തിനാവട്ടെ, ഇവിടെ ഈ ചാനലിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ അയാൾ എഴുതുന്നുണ്ട്, ആ സീരിയൽ നന്നായി പോകുന്നുണ്ട്. ഇവിടെ അതാണ് ആവശ്യം. ഇപ്പൊ ഞാനൊന്ന് ചോദിച്ചോ, അവര് നിങ്ങളെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇരിക്കും. എന്താ ഈ കേൾക്കണത്? സീരിയലിന്റെ ട്രാക്ക് മാറ്റണം. അത് ഞാൻ സാറിനോട് പറഞ്ഞു. സാറാണ് തയ്യാറല്ല എന്ന് പറയുന്നു. ഞാൻ എന്ത് വേണം? ഇതിവിടെ ഇപ്പൊ ട്രാക്ക് മാറ്റാണ്ടെന്താണ് കുഴപ്പം? ട്രാക്ക് മാറ്റാൻ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിൽ പോയി കഴിഞ്ഞ ആളുകളെല്ലാം കൂടെ വന്നിട്ട് ഈ ചാനലിന് തീയിടും. എന്റെ സുഹൃത്തെ, ഇതിപ്പോ ആളുകൾ കാണുന്നതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ രീതിയിൽ തന്നെ എഴുതി പോകുന്നത് നമ്മള്, അല്ലേ? നമ്മൾ ഇതാണ് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ആളുകൾ ഗതികേട് കൊണ്ട് കണ്ടുപോകല്ലേ. അത് നിങ്ങൾ പറയരുത്. ഇവിടെ കൊടുക്കണമെന്ന് ഒക്കെ ആൾക്കാർ കാണണമെന്നില്ല. ആളുകൾ കാണുന്ന പരിപാടികളാണ് നമ്മളിങ്ങനെ എഴുതി വിടുന്നത്. അത് മനസ്സിലാക്കുക ആദ്യം. റൈറ്റിംഗ് ആണ് ഇവിടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. സാറേ, ഇതുപോലെ പോയാൽ പോരെന്ന്. ഈ ചവറ എങ്ങനെ ഇനി ഷൂട്ട് ചെയ്യും ഞാൻ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം. നിങ്ങൾ ഒരാൾ കൂടി ഏറ്റിപ്പിടിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഒരു സീരിയല്. അത് സീരിയൽ ടെലികാസ്റ്റ് ചെയ്യാൻ ഒരു ചാനൽ ഉണ്ടാവണം, അതിന് കുറെ വർക്കേഴ്സ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം, പിന്നെ അത് എഴുതാൻ ഒരാളുണ്ടാവണം. എല്ലാം കൂടി ചേർന്നതാണ്. അല്ലാണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരാൾ സീരിയൽ ഉണ്ടാക്കിയല്ല അത്. എനിക്ക് പറ്റില്ല സാറേ, ഞാനിത് അവസാനിപ്പിക്കാൻ പോവാണ്. എനിക്ക് സീരിയൽ സംവിധാനം ചെയ്യാൻ വേണ്ട. ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്യാൻ പോവാണ്. മിസ്റ്റർ സത്യശീല, 2 കൊല്ലം മുമ്പ് നിങ്ങൾ ഈ ചാനലിലേക്ക് കയറി വരുമ്പോ അംട്ടു പൊട്ടണ മാതിരി നിങ്ങളുടെ 2 പടങ്ങൾ പൊട്ടി നിൽക്കുന്ന സമയമായിരുന്നു. അന്ന് നിങ്ങൾക്ക് ആവശ്യം സാമ്പത്തികമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ആ സൗകര്യങ്ങളൊക്കെ ആയി. എല്ലാം ആയി കഴിയുമ്പോ കുറച്ച് ആദർശങ്ങളൊക്കെ പൊന്തി വരും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഒന്ന് നിയന്ത്രിച്ചാൽ നല്ലതാണ്. അത്ര എനിക്ക് പറയാനുള്ളത്. ഇതിനെ നിയന്ത്രിക്കാനൊന്നും ഒന്നുമില്ല സാറേ. നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര വലിയ തെറ്റാണെന്ന് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഇവിടുത്തെ ഈ ചവറ് സാധനങ്ങൾ കണ്ടിട്ട് എത്ര കുടുംബങ്ങളെ വഴിയാധാരാവുന്നത് നിങ്ങൾക്കറിയോ? ഇനി ഈ വക സാമൂഹ്യ ദ്രോഹത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. സത്യശീല, കുടുംബങ്ങൾ നിയന്ത്രിക്കാൻ TV കമ്പനിക്കാർ അവർക്ക് റിമോട്ട് കൊടുത്തിട്ടുണ്ട്. അവരത് വെച്ച് നിയന്ത്രിച്ചോളൂ. തനിക്ക് പണി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാ, ഇല്ലെങ്കിൽ താൻ തന്റെ കാര്യം നോക്കി പോവാൻ നോക്കും. ഓക്കെ, എനിക്ക് പറ്റില്ല. ഓക്കെ, റെഡി. ആ ഭൂമിയെ ദ്രോഹികൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ആൾക്കാർക്ക് നല്ലത് വേണമെങ്കിൽ കാണാനും കേൾക്കാനുമായിട്ട്.
അതൊക്കെ കാണുകയാണ് ആൾക്കാർ ഇരുന്നിട്ട്. എത്ര മഹാന്മാരുടെ പുസ്തകങ്ങളുണ്ട്, നല്ല വേദങ്ങളുണ്ട്, അതൊക്കെ ഇരുന്ന് വായിച്ചൂടെ? എന്നാ നല്ല രീതിയിൽ നേരാവാനാണെങ്കിൽ ഇത് തന്നെ ഈ കണ്ടോണ്ടിരിക്കണം. അപ്പൊ ആൾക്കാർക്ക് ഇഷ്ടം അതാണ്, അത് നമ്മൾ കൊടുക്കണം. അത് സാമൂഹ്യ ദ്രോഹം.